അടുക്കും ചിട്ടയോടും കൂടി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ക്ലട്ടർ ഫ്രീ ആയിട്ടുള്ളൊരു വീട് എല്ലാവരും സ്വപ്നം കാണുന്നതാണ്. വീട്ടിലെ എല്ലാ സാധനങ്ങൾക്കും എല്ലാ മുറിയിലും ഓരോ സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഈ ഒരു പ്രശ്നത്തിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് സ്റ്റോറേജ് ബാസ്ക്കറ്റുകൾ. വീട് വൃത്തിയായി ഓർഗനൈസ് ചെയ്ത് ഓർഡറിൽ കൊണ്ടുവരാനായിട്ട് പലതരത്തിലുള്ള ഓർഗനൈസറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റോറേജ് ബാസ്ക്കറ്റ് തന്നെയായിരിക്കും മുൻപന്തിയിൽ. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത തരത്തിൽ, സ്റ്റൈലിൽ, മെറ്റീരിയൽസിൽ സ്റ്റോറേജ് ബാസ്ക്കറ്റുകൾ നമുക്കിപ്പോൾ വാങ്ങാൻ സാധിക്കും. നമ്മുടെ വീടിന്റെ ലിവിംഗ് ഏരിയ, ബെഡ്റൂംസ്, കിച്ചൺ എന്നിങ്ങനെ വേണ്ട ഫ്രിഡ്ജിനുള്ളിൽ വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സ്റ്റോറേജ് ബാസ്ക്കറ്റുകൾ ഉണ്ട്. വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റോറേജ് ബാസ്ക്കറ്റുകൾ എങ്ങനെ നമുക്ക് ഉപയോഗത്തിൽ കൊണ്ടുവരാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും എ ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി കുക്കിങ്ങിന് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഓയിൽ ബോട്ടിൽസ്, അതുപോലെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്നൊന്നായിട്ട് വെക്കുന്ന സമയത്ത് ക്ലീനിങ്ങിന്റെ സമയത്ത് നമുക്ക് ഓരോന്ന് എടുത്തു മാറ്റി ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലെ തന്നെ ഇത് ഓരോന്നോരോന്നായിട്ട് ഇരിക്കുന്നത് കാണുന്നത് കൗണ്ടർ ടോപ്പിൽ ഒരു അഭംഗിയായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കേണ്ട ഐറ്റംസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയ ബാസ്ക്കറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എത്രയധികം ഐറ്റംസ് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നതിന്റെ ആവശ്യത്തിനനുസരിച്ച് ബാസ്ക്കറ്റിന്റെ വലിപ്പം വലുതോ ചെറുതോ ആവാം. എല്ലാ ഐറ്റംസും ഇതുപോലെ ബാസ്ക്കറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കൗണ്ടർ ടോപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിന് കിട്ടുന്ന മാത്രമല്ല, ക്ലീനിങ്ങിന്റെ സമയത്ത് ഓരോരോ ഐറ്റംസ് പ്രത്യേകമായിട്ട് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരികയില്ല. ബാസ്ക്കറ്റ് എളുപ്പത്തിൽ വലിച്ചു നീക്കി നമുക്ക് കൗണ്ടർ ടോപ്പ് വൃത്തിയായിട്ട് തുടച്ചെടുക്കാം. അടുക്കളയിലെ ക്യാബിനറ്റ്സിൽ മുകളിലത്തെ തട്ടിലിരിക്കുന്ന ഐറ്റംസ് ഒന്നും തന്നെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റാറില്ല. കാരണം ഡെപ്ത് കൂടിയ ക്യാബിനറ്റ്സ് ആയതുകൊണ്ട് ബാക്കിലിരിക്കുന്ന ഐറ്റംസ് നമുക്ക് എടുക്കാനായിട്ട് ഹൈറ്റിന്റെ ഒരു ഇഷ്യൂ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. മുകളിലത്തെ ക്യാബിനറ്റുകളുടെ സ്റ്റോറേജ് സ്പേസ് പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ബാസ്ക്കറ്റുകളിൽ നമ്മൾ സാധനങ്ങൾ അടുക്കി വെച്ച് മുകളിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാധനം നമുക്ക് ആക്സസ് ചെയ്യേണ്ട സമയത്ത് ആ ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുത്താൽ മാത്രം മതിയാവും. അധികം ഉപയോഗിക്കാത്ത ഐറ്റംസ് ഇതുപോലെ മുകളിലത്തെ തട്ടിൽ നമ്മൾ ബാസ്ക്കറ്റുകളിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ക്യാബിനറ്റ്സിലെ ഐറ്റംസ് എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അടുക്കളയിൽ നമുക്ക് ഉപയോഗത്തിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഒരേ കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾ തിരിച്ച് പ്രത്യേകം ബാസ്ക്കറ്റുകളിൽ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് ഈ സാധനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാകും. ഉദാഹരണത്തിന് ബേക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിലാണ് എടുത്തു വച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ഒരു ബാസ്ക്കറ്റ് മാത്രം നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതിയാകും. ആവശ്യം വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് തേടി പിടിച്ച് കണ്ടെത്തി സമയം നഷ്ടപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. എല്ലാ സാധനങ്ങളും കാറ്റഗറി തിരിച്ച് പലതരം ബാസ്ക്കറ്റുകളിലാക്കി മുകളിലത്തെ ക്യാബിനറ്റ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാബിനറ്റ് സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. എല്ലാ ഐറ്റംസും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. മിക്സർ ബ്ലെൻഡറിന്റെ ബ്ലേഡുകളും അതുപോലെ തന്നെ ജാറുകളും എല്ലാം പ്രത്യേകമായിട്ട് ഞാൻ ഒരു ബാസ്ക്കറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പലതരം ബാസ്ക്കറ്റുകളിലായിട്ട് എക്സ്ട്രാ ബോട്ടിൽസ്, അതുപോലെ ഫ്രിഡ്ജിലും മറ്റും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ്, അതിന്റെ ലിഡ്സ് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ബാസ്ക്കറ്റിൽ, ഇങ്ങനെയാണ് ക്യാബിനറ്റ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ലുക്ക് നമ്മുടെ ഓവറോൾ കിച്ചണിന് കൊടുക്കാനായിട്ട് ബാസ്ക്കറ്റിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. ഡൈനിങ് ടേബിളിൽ നമുക്ക് അടിക്കടി ഉപയോഗത്തിൽ വരുന്ന സ്പൂൺസ്, അതുപോലെ സോൾട്ട് ഷേക്കർ, എന്തൊക്കെ ഐറ്റംസ് ആണോ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഒന്നൊന്നായിട്ട് ഡൈനിങ് ടേബിളിൽ നിരത്തി വെക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ സഹായത്തോടു കൂടി നമുക്ക് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡൈനിങ് ഏരിയ ഒരു വെൽ ഓർഗനൈസ്ഡ് നീറ്റ് ലുക്കിലേക്ക് വരും. പലതരത്തിലുള്ള പെൻസിൽ ബോക്സുകൾ, കളറിംഗ് ബോക്സുകളൊക്കെ ഒന്നൊന്നായിട്ട് നമ്മൾ TV യൂണിറ്റിലൊക്കെ വെക്കുന്നതിന് പകരമായിട്ട് കുട്ടികൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പത്തിന് ഒരൊറ്റ ബാസ്ക്കറ്റിൽ ഓർഗനൈസ് ചെയ്ത് നമുക്ക് വെക്കാം.
ലിവിംഗ് ഏരിയയിൽ ബാസ്ക്കറ്റുകൾ നമുക്ക് എങ്ങനെ ഓർഗനൈസിങ്ങിന് ഉപയോഗിക്കാമെന്ന് അടുത്തതായിട്ട് കണ്ടു നോക്കാം. സോഫയിൽ നമുക്ക് എപ്പോഴും ഇരിക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിലുള്ള കുഷ്യൻസ്, അതുപോലെ ബ്ലാങ്കറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് സോഫയോട് അടുത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആവശ്യമുള്ള ഐറ്റംസ് എടുത്ത് ഉപയോഗിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഒത്തിരി ഐറ്റംസ് സോഫയിൽ കുമിഞ്ഞുകൂടി ഇരിക്കുകയുമില്ല. പുറത്തു പോകുമ്പോഴെല്ലാം നമുക്ക് ഉപയോഗത്തിൽ വരുന്ന ഐറ്റംസ്, വീടിന്റെ കീ, വാലറ്റ്, മാസ്ക്, കാറിന്റെ കീ, ഇത്തരം ഐറ്റംസ് എല്ലാം ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഡോറിനോടടുത്ത് തന്നെ TV യൂണിറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ഈ ഒരു ബാസ്ക്കറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണ പുറത്തു പോകുമ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ട് എളുപ്പമുണ്ടാകുന്ന മാത്രമല്ല, ഈ ഐറ്റംസ് എല്ലാം ഒന്നൊന്നായിട്ട് എവിടെയെങ്കിലും ഡംപ് ചെയ്യുന്ന ഒരു പ്രവണതയും നമുക്ക് ഒഴിവാക്കാം. വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള വീഡിയോയിൽ നമ്മൾ ഈ പോയിന്റ് പ്രത്യേകം പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലിവിംഗ് ഏരിയയിൽ വിഷ്വൽ ക്ലട്ടർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് TV റിമോട്ട്സ്. TV റിമോട്ട്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ ബാസ്ക്കറ്റിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് TV യൂണിറ്റിൽ വെക്കാം. ഇതുപോലത്തെ ചെറിയ ബാസ്ക്കറ്റുകൾ ചെറിയ ചെറിയ ഐറ്റംസ് ഒരുമിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പെർഫെക്റ്റ് ആണ്. ഈ ചെറിയ ബാസ്ക്കറ്റ് നമുക്ക് വേണമെങ്കിൽ സോഫയോടടുത്ത് കോഫി ടേബിളിലും വെക്കാവുന്നതാണ്. ആവശ്യം വരുന്ന സമയത്ത് റിമോട്ടുകൾ തേടി നടക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാമെന്ന് മാത്രമല്ല, ഓരോ തവണ ഉപയോഗത്തിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബാസ്ക്കറ്റിലേക്ക് റിമോട്ടുകൾ തിരിച്ചു വെക്കുകയും ചെയ്യാം. ബാസ്ക്കറ്റ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് വാർഡ്രോബ്സ് വളരെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള ക്ലോത്ത്സ് കാറ്റഗറി തിരിച്ചതിന് ശേഷം പലതരത്തിലുള്ള ബാസ്ക്കറ്റ്സിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമ്മൾ തുണികൾ ഫോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് പുറകിലിരിക്കുന്ന ഐറ്റംസ് ആക്സസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇതുപോലെ ബാസ്ക്കറ്റിൽ നമ്മൾ ഫയലിംഗ് സിസ്റ്റത്തിലൂടെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നിലിരിക്കുന്ന തുണികൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാമെന്ന് മാത്രമല്ല, നമ്മുടെ ക്യാബിനറ്റ്സിലെല്ലാം നല്ലൊരു നീറ്റ് ലുക്ക് കൊടുക്കുകയും ചെയ്യും. റെയറായിട്ട് ഉപയോഗത്തിൽ വരുന്ന തുണികൾ നമുക്ക് ഫയലിംഗ് സിസ്റ്റത്തിലൂടെ ഓർഗനൈസ് ചെയ്തതിന് ശേഷം മുകളിലത്തെ ക്യാബിനറ്റിൽ മാറ്റിവെക്കാം. ഇതുപോലെ നമ്മൾ ബാസ്ക്കറ്റിൽ തുണികൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. ഓരോ തവണ ഉപയോഗത്തിന് ശേഷം തുണികൾ അതാത് ബാസ്ക്കറ്റിനുള്ളിൽ നമുക്ക് എളുപ്പത്തിൽ ഫോൾഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ചെറിയ തുണികൾ പ്രത്യേകം തിരിച്ചു വെക്കാനായിട്ട് ഡ്രോഴ്സിനുള്ളിൽ കമ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ചെറിയ ബാസ്ക്കറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകം ലേബൽ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനും ഒരുപോലെ ഈ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഒരൊറ്റ വാർഡ്രോബിൽ തന്നെ തുണികൾക്ക് പുറമെ മറ്റുള്ള ഐറ്റംസ്, പ്രത്യേകിച്ച് കുട്ടികളുടെ വാർഡ്രോബിലാണെങ്കിൽ ടോയ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും പ്രത്യേകം കാറ്റഗറി തിരിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടും നമുക്ക് ബാസ്ക്കറ്റ്സ് ഉപയോഗിക്കാം. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പാഴ്സൽ കാർഡ്ബോർഡ് ബോക്സസും നമുക്ക് ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് DIY ബാസ്ക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ബെഡ്റൂമിൽ നമ്മൾ കിടക്കുന്നതിനോടടുത്ത് തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ആവശ്യത്തിൽ വരുന്ന ചെറിയ ചില ഐറ്റംസ് ഉണ്ടല്ലോ, ഇപ്പൊ കണ്ണട, അതുപോലെ വിക്സ്, ഹെയർ ബാൻഡ്സ്, ഇത്തരം ഐറ്റംസ് എല്ലാം ഒന്നൊന്നായിട്ട് ചിതറിക്കിടക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ചെറിയൊരു ബാസ്ക്കറ്റ് നമ്മൾ കിടക്കുന്നതിനോടടുത്ത് സൈഡ് ടേബിളിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എല്ലാ ഐറ്റംസും ഒരുമിച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. വീട് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബാസ്ക്കറ്റ്സ് നമുക്ക് ഉപകാരത്തിൽ വരുന്നത് നമ്മുടെ മെഡിസിൻ ക്യാബിനറ്റ്സിലായിരിക്കും. ചെറിയൊരു ബാസ്ക്കറ്റിന്റെ സഹായത്തോടു കൂടി അധികം ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത തരത്തിലുള്ള ടാബ്ലറ്റ്സ്, അതുപോലെ ഓയിൻമെന്റ്സ് എല്ലാം ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിലാക്കി ഏറ്റവും മുകളിലത്തെ തട്ടിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. റെയറായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഹഫ് പഫ് കിറ്റ്, വേപ്പറൈസർ, ഗ്ലൂക്കോമീറ്റർ, ഇത്തരം ഐറ്റംസ് എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ ബാസ്ക്കറ്റിൽ നമുക്ക് ഏറ്റവും മുകളിലത്തെ ക്യാബിനറ്റിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ക്യാബിനറ്റ് സ്റ്റോറേജ് സ്പേസ് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പുറത്തേക്ക് വലിച്ചെടുക്കാൻ ഇത്തരം ബാസ്ക്കറ്റ്സ് ഒരുപാട് എളുപ്പവുമായിരിക്കും. മെഡിസിൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ട്രാൻസ്പെറന്റ് ബാസ്ക്കറ്റ്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മെഡിസിൻസ് എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റോർ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പ്രത്യേകം ബാസ്ക്കറ്റ്സിൽ സ്റ്റോർ ചെയ്യാം. ഉദാഹരണത്തിന് വീട്ടിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പീഡിയാട്രിക് മെഡിസിൻസ് ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിൽ സ്റ്റോർ ചെയ്യാം. അതുപോലെ അഡൾട്ട് മെഡിസിൻസ് പ്രത്യേകം മറ്റൊരു ബാസ്ക്കറ്റിലും സ്റ്റോർ ചെയ്യാം. ഉപയോഗത്തിൽ വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോഴോ പഠിക്കുമ്പോഴോ
നമ്മുടെ വർക്ക് ഡെസ്കിൽ ബുക്സ്, പേപ്പേഴ്സ്, പെൻസ് എല്ലാം നമ്മൾ ഒന്നൊന്നായിട്ട് ചിതറിയിടുന്നതിന് പകരമായിട്ട് ഒരു ബാസ്ക്കറ്റ് നമ്മൾ ഈ വർക്ക് ഡെസ്കിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ഒരുമിച്ച് ഈ ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. പെട്ടെന്ന് ആവശ്യം വരുന്ന സമയത്ത് ഈ ഐറ്റംസ് നമുക്ക് തേടി നടക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വർക്കിംഗ് ഡെസ്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും ഇതുപോലെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പലതരത്തിലുള്ള ബുക്സ് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ബാസ്ക്കറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇത്തരത്തിൽ നമ്മൾ ബാസ്ക്കറ്റ്സിൽ ബുക്സ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് പുറമേ നിന്ന് ഏതൊരു ബുക്കാണ് ഇരിക്കുന്നതെന്ന് കാണാമെന്ന് മാത്രമല്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് നമുക്ക് എടുത്തു കൊണ്ടുപോയി ഉപയോഗിക്കാവുന്നതാണ്. തിരിച്ച് ക്യാബിനറ്റിനുള്ളിലേക്ക് എടുത്തു കൊണ്ടുവന്ന് വെക്കാനും ബാസ്ക്കറ്റിൽ ബുക്ക് സ്റ്റോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്ലീനിങ് പ്രോഡക്ട്സ് എല്ലാം അണ്ടർ ദ സിങ്ക് ഏരിയയിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലത്തെ ബാസ്ക്കറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. ഒരു വെൽ ഓർഗനൈസ്ഡ് ലുക്ക് നമ്മുടെ സിങ്ക് ഏരിയയ്ക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ ബാസ്ക്കറ്റ്സിൽ നമ്മൾ ക്ലീനിങ് പ്രോഡക്ട്സ് സ്റ്റോർ ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും. ഓൾമോസ്റ്റ് എല്ലാ കുക്കിങ്ങിലും നമുക്ക് ആവശ്യം വരുന്ന ഐറ്റംസ് ആയിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഈ ഐറ്റംസ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റിൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് സമയത്ത് ഓരോ തവണ ഓരോ ഐറ്റംസിനായി വന്ന് ഫ്രിഡ്ജ് തുറക്കുന്ന ഒരു ആവശ്യം നമുക്ക് ഒഴിവാക്കാം. ഫ്രിഡ്ജിന്റെ ഡോറിൽ പാക്കറ്റ്സിൽ നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായിട്ട് കാറ്റഗറി തിരിച്ചു വെക്കാനായിട്ട് നമുക്ക് ചെറിയ ബാസ്ക്കറ്റ്സ് ഫ്രിഡ്ജ് ഡോറിൽ ഫിറ്റ് ആകുന്ന രീതിയിൽ ഉപയോഗിക്കാം. ഫ്രിഡ്ജിനുള്ളിലെ വെർട്ടിക്കൽ സ്പേസിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഷെൽഫിനടിയിൽ വയ്ക്കാവുന്ന ഇത്തരത്തിലുള്ള ബാസ്ക്കറ്റ്സും ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ഐറ്റംസ് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ക്ലട്ടർ ഫ്രീ ആയിട്ട് ഫ്രിഡ്ജ് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഒരു കാറ്റഗറിയിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ചില ഐറ്റംസ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും. ഇത്തരം ഐറ്റംസ് എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഒരു ക്യാബിനറ്റിൽ ഡംപ് ചെയ്യുന്നതിന് പകരമായിട്ട് പ്രത്യേകം ഓരോ ബാസ്ക്കറ്റിനുള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ക്യാബിനറ്റിനും നല്ലൊരു നീറ്റ് ലുക്ക് തരാനായിട്ട് ഇത് സഹായിക്കും. വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കി വീടിന് അടുക്കും ചിട്ടയോടും കൂടി വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കാനായിട്ട് വീടിന്റെ പല റൂമുകളിലും പല ക്യാബിനറ്റ്സിലും സ്റ്റോറേജ് ബാസ്ക്കറ്റുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വിവിധ തരത്തിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ബാസ്ക്കറ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ലേഡീസ് നോട്ട് പാഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.